ഹലോ മച്ചവരെ, വെൽക്കം ടു മൈ ചാനൽ. അതിൽ ഈ ചാനലിൽ വ്ളോഗൊന്നും പോട്ടെ, വീഡിയോ ഇട്ടിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. ഞാൻ ഈ ചാനൽ വിട്ട് പോകാനുള്ള മെയിൻ കാരണം അങ്ങനെ കേസ് കണ്ടന്റ് ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോഴാണ് എനിക്ക് വീണ്ടും മനസ്സിൽ പതിയുന്നത്, ഈ ചാനൽ എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ച് പഴയണ കൊണ്ടുവരണം. എന്നെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വന്നത്. എൻ്റർടൈൻമെൻറ്റ് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്ളോഗിങ് ചാനൽ മാത്രമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ കരുതരുത്. ഒരു വ്ളോഗിങ് ചാനലാണ്, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ഇനി ഇടുന്ന വീഡിയോകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യത്തില്ല, ഉറപ്പാണ് ഗൈസ്. എനിക്ക് വ്ളോഗിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എൻ്റർടൈൻമെൻറ്റ് ഓൺലി. ഗൈസ്, ഇന്നൊരു പൂച്ച എൻ്റെ മുറിലോട്ട് കയറിയതാണ്. എന്താ എൻ്റെ കാൽപാദങ്ങളാണ്. ഈ ഇടയ്ക്ക് ഈ സാധനം തന്നെ വന്ന് മൂത്രം ഒഴിച്ചൊരു പരിവാക്കിയ മുറിയാണ്. ഈ ലെവലിലാക്കാൻ എടുത്ത് ഞാനും അമ്മയും കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ വേറെ ജീവിയണമെന്ന് പറഞ്ഞ് എയർ ഹോൾ ഫുള്ളും അടച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, അപ്പോൾ ഡോറ് വെളിയിൽ നിന്ന് പൂട്ടാനുള്ള സെറ്റപ്പ് ഇല്ല. സംഭവം താക്കോലില്ല ഗൈസ്. താക്കോലുണ്ടായിരുന്നു നമുക്ക് വെളിയിൽ നിന്ന് പൂട്ടാം. നമ്മളിപ്പം രാത്രിക്ക് തുറന്നാണ് ഇടുന്നത്. അപ്പോൾ മനസ്സിലായി അങ്ങനെയാണ് കയറുന്നതെന്ന്. ഇത് ഏറ്റവും മുകളിലുള്ള മുറിയാണ് ഗൈസ്. അപ്പം ഇതിങ്ങനെ നമ്മൾ ചാരി വയ്ക്കാറാണ് പതിവ്. ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, പൂട്ടാനായിട്ടുള്ള താക്കോല് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇന്ന് മുറിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് കഥ അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അത് ചില ചവറും കാര്യങ്ങളൊക്കെ താഴെ കൊണ്ട് പോകണം. പിന്നെ ഇത് മാറ്റണം ഗൈസ്. എൻ്റെ മുറിയിൽ പ്രത്യേകിച്ച് TV വരെ ഉണ്ട്. ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുട്ടാണ് വന്നായിരുന്നു. പക്ഷെ ഇതൊന്നും അവിടെ ചേരത്തില്ല എന്നതായിരുന്നു വലിയൊരു തമാശ. ഞാനും ഏണിയൊക്കെ എടുത്തിട്ട് എൻ്റെ കേസ്, ആ ഏണില്ലേ അതെടുത്തിട്ട് ഭയങ്കര അടുത്ത് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കയറി ഒരു ചുരുട്ടെടുത്ത് വെച്ചപ്പോഴത്തേക്കാലും കയറുന്നില്ല. ഇതൊക്കെയായിരുന്നു കേസ് സംഭവങ്ങൾ. ലൈറ്റ് ഒന്ന് നോക്കിയിട്ട് താഴെപ്പോൾ അതിനിപ്പോൾ വേറെ പരിപാടിയുണ്ട്. ഈ മണ്ണ് തൂത്ത് സെറ്റാക്കണം. ഇതൊന്ന് വലിയ പൊടിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കിയാലും മതി കേസ് പോവും. ഗൈസ്, ഇന്ന് ജൂൺ 16-ാം തീയതിയാണ്. അപ്പം ഇന്ന് ഗൈസ് കുറച്ച് ഒരു 5 നിമിഷത്തേക്ക് നമ്മുടെ ജിയോ സിം കട്ടായി പോയിരുന്നു. നിങ്ങൾക്ക് അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. ഞാൻ എൻ്റെ സിം അടിച്ചു. വൈഫൈ ചെയ്യുകയാണല്ലോ, അങ്ങനെ ജിയോ അതും വർക്ക് ആവണില്ല. പിന്നെ അച്ഛൻ്റെ പേര് എടുത്ത് നോക്കിയപ്പോൾ അതും ജിയോ ആണ്, അതും വർക്ക് ആവണില്ല. മനസ്സിലായി എല്ലാവർക്കും ഉള്ള പ്രോബ്ലം. റേഞ്ചൊന്നും കിട്ടണം. റേഞ്ചൊന്നും ഒരു സിം ഇല്ലാത്തൊരു മൊബൈൽ അങ്ങനെ അതുപോലെ ഇരുന്ന് ഇത്ര നേരം. ഞാൻ പിന്നെ വാർത്തയൊക്കെ നോക്കി. വാർത്തയിൽ ഇത് കാര്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഈ ലൈവായിട്ടുള്ള വീഡിയോയിൽ ആ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് സംസാരിക്കും, ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് സംഭവം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം വന്ന് ഒരു 10 മിനിറ്റാണ്ട് ഇങ്ങനെ പോയിട്ടുള്ളായിരുന്നു. അത് പറയാനായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കണ്ടോ, ഒരു കാര്യത്തിൽ അമ്മ തുണിയൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ആശയെ കെട്ടി എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും മഴ ചതിച്ച്. എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രം മെയിനായിട്ട് കാണത്തുള്ളൂ. എൻ്റെ വ്ളോഗിൽ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ചേച്ചിക്കോ ആർക്കും വരാൻ താല്പര്യമില്ല. അത് കാരണം ഇവിടെ സെറ്റായിട്ട് വ്ളോഗിലോട്ട് വരാമെന്ന്. അങ്ങനെ വരാതിരുന്ന എന്ന് സെറ്റാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ വ്ളോഗ് കാണുമെങ്കിൽ അനിയനെയും അനിയത്തിനെയൊക്കെ വ്ളോഗിൽ കൊണ്ടുവരേണ്ട ശ്രമം. അപ്പം നമ്മൾ 3:30 ആകുമ്പോഴത്തേക്കും ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയും ഫുൾ എൻ്റർടൈൻമെൻറ്റ് വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയതല്ല. കേസ് മഴ വീണ് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേസ്. ഇതാണ് മാമൻ്റെ വീട്. അണ്ണൻ്റെ ബൈക്കായിരുന്നു കേസ്. അണ്ണൻ്റെ ബൈക്ക് ഇപ്പം വണ്ടി ഇത് കാണുമ്പോൾ അറിയില്ല എന്തായിരിക്കും പ്രശ്നം. പിന്നെ നമ്മളെ വണ്ടി കേസ് അത് സ്റ്റാർട്ടാവുന്നില്ല, എണ്ണ ഇല്ല എന്നാണ്. പിന്നെ ഞാൻ ഇവിടെ ഉണ്ട് കേസ്. എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാകാൻ എനിക്കറിയത്തില്ല. ഒരു ആത്ര സെറ്റപ്പാണ്. വിളക്ക് എത്തിക്കും. ഈ ഒരു കാവ് കണക്ക് തന്നെയാണ്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ സൈഡ് ഭാഗം. ഇവിടെ കുറേ വാഴകളാണ്. വാഴകൾ, തെങ്ങുകൾ. ഇത് റംബൂട്ടാനാണെന്ന് തോന്നുന്നു. മറ്റേ കരിയേപ്പിലുണ്ട് കേസ്. ഈ സൈഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇവിടെ ഫുള്ള് ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാരും പതിവായിട്ട് ഇങ്ങനെ എപ്പോഴും ഇവിടെ ആരും വരുന്ന സ്ഥലമല്ല. പശുവിൻ്റെ പെരയില്ലേ കേസ്, പശുവിൻ്റെ പെര ഇവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ തൂണാണിത്. മണ്ണുകൊണ്ട് മൂടി പോയതാണ്. നമ്മളെ വീട് കുറച്ചുകൂടെ പൊങ്ങിയാണ് കേസ് ഇരിക്കുന്നത്. പണ്ടത്തെ നമ്മളെ വീടിൻ്റെ ഒരു ബാക്ക് വശമായിരുന്നു. ഇവിടെ ഇരുന്ന് അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പണ്ടത്തെ നമ്മളെ കുളിമുറിയായിരുന്നു. ഇപ്പോൾ അത് പട്ടിക്കൂടാക്കി മാറ്റിയിട്ടുണ്ട്. താഴോട്ടൊക്കെ പിന്നെ ഫുള്ള് കാടാണ് കേസ്. ഇതാണ് എൻ്റെ അമ്മൂമ്മ കാര്യമായിട്ടുള്ള അമ്മൂമ്മ മാത്രം എൻ്റെ വ്ളോഗിൽ വരത്തില്ല. എനിക്ക് നമ്മളെ ഇവിടുത്തെ ഈ റബ്ബറും കാട് ഭയങ്കര ഇഷ്ടമാണ്. നൊസ്റ്റാൾജിയുള്ള ഒരു റബ്ബറും കാടാണ്. അതും പോയി ആ നൊസ്റ്റാൾജിയും പോകും. നമ്മുടെ വീട്ടിൻ്റെ ഒരു ബാക്ക് വശം എന്ന് പറഞ്ഞാൽ ആ മുറിയിലാണ് നമ്മൾ നേരത്തെ നിന്നിരുന്നത്. അതിൻ്റെ മുകളിലും പോകാം കേട്ടോ, സ്റ്റെപ്പുണ്ട്. പക്ഷേ അവിടെ തുറക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി ഇല്ല കേസ്. മഴ കുറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കയറിയതാണ് കേസ്. ഈ വീഡിയോ ഞാൻ വീടിൻ്റെ ചുറ്റുപാടത്ത് കാണിച്ചതേ ഉള്ളൂ. വ്ളോഗിങ് ആയിട്ട് എന്ത് വേണോ അത് നമ്മൾ ചെയ്ത്. ഓക്കെ, അതാണ്.
ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീടിൻ്റെ അകമൊക്കെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കുറേ നേരമായി എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേസ് വീഡിയോയുടെയും കാര്യങ്ങൾ. നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. ശരി, ബൈ.